ചോദിക്കുന്ന ഭാഗമാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ 5 ഫാക്ടേഴ്സ്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് റിയാക്ടൻസ് ആണ്, അഭികാരങ്ങളുടെ സ്വഭാവമാണ്. അഭികാരങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് റിയാക്ഷനിൽ വ്യത്യാസം വരുന്നു അല്ലെ. ഇവിടെ എടുത്തിരിക്കുന്നത് ഡൈല്യൂട്ട് HCl ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് മെഗ്നീഷ്യം, പിന്നെ സിങ്ക്, പിന്നെ അയൺ, പിന്നെ ലെഡ്, കോപ്പർ എന്ത് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല അല്ലെ. ഇനി അടുത്തത് ഏതാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അഥവാ അഭികാരങ്ങളുടെ ഗാഢത. കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ നോക്കിക്കേ, സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്, അഭികാരങ്ങളുടെ പ്രതല പരപ്പളവ്. നമ്മളൊരു സബ്സ്റ്റൻസിനെ പൊടിച്ചു കഴിഞ്ഞാൽ അവിടെ സർഫസ് ഏരിയ കൂട്ടുകയും ഈ കൂടിയ സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ഏതാണ്? ടെമ്പറേച്ചർ ആണ്, താപനില. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണ് സാധിക്കുന്നത്. അവസാനത്തെ പോയിന്റ് ആണ് കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകം. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.